നമ്മളിന്ന് ചാപ്റ്റർ 1 കുറച്ച് പ്രോബ്ലംസ് ചെയ്യാണ്. എക്സസൈസ് 1.5 NCERT ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് 1.5 അതിലേതാനും പ്രോബ്ലംസാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോംപ്ലിമെൻ്റ് ഓഫ് സെറ്റാണ് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള ചാപ്റ്റർ. ഏതെല്ലാം പ്രോബ്ലംസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ലെറ്റ് യു ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 2, 3, 4, 5, 6, 7, 8, 9, comma, A equal to set 1, 2, 3, 4, B equal to set 2, 4, 6, 8, and C equal to set 3, 4, 5, 6. Find ഒന്നാമത്തെ A complement, രണ്ട് B complement, മൂന്ന് A union C whole complement, നാല് A union B whole complement, and A complement the whole complement, or B minus C complement. അപ്പോൾ ചോദ്യം, യു എന്ന് പറയുന്ന സെറ്റ്, അതായത് എക്സസൈസ് 1.5 ഒന്നാമത്തെ ചോദ്യമാണ്. ഇപ്പോൾ യു എന്ന് പറയുന്നത് സെറ്റ് നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താ യൂണിവേഴ്സൽ സെറ്റിലുള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9. ഇതാണ് യു. പിന്നെ എ എന്ന് പറയുന്ന സെറ്റ് 1, 2, 3, 4. ബി എന്ന് പറയുന്ന സെറ്റ് ഏതൊക്കെയാണ്? 2, 4, 2, 4, 6, 8. പിന്നെ സി എന്ന് പറയുന്ന സെറ്റ് ഏതൊക്കെയാണ്? 3, 4, 5, 6. ഒന്നാമതായിട്ട് നമ്മളോട് പറഞ്ഞത് ഫൈൻഡ് എ കോംപ്ലിമെന്റ്. ആദ്യം എ കോംപ്ലിമെന്റ് ആണ് കാണുന്നത്. എ കോംപ്ലിമെന്റ് എല്ലാവരും ഒന്ന് നോക്കൂ. എ കോംപ്ലിമെന്റ് എന്തായിരിക്കും? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യുവിലുള്ളതും എ ഇല്ലാത്തതും. കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എയിൽ ഇല്ലാത്തതാണ് എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എയിൽ ഇല്ലാത്തത്. അപ്പോൾ എയിൽ ഇല്ലാത്തത് എന്താണ്? അതാണ് നമ്മൾ എഴുതുന്നത്. എയിൽ ഇല്ലാത്തത് ഏതാ? എയിൽ ഇല്ലാത്തത് ഏതാണ്? എയിലില്ലാത്തതും യുവിലുള്ളതും അതാണ്. ഏതാണത്? എയിലുള്ളതാണ് 1, 2, 3, 4. ഇതല്ലാതെ ബാക്കിയെല്ലാം അങ്ങോട്ട് എഴുതുക. 5, 6, 7, 8, 9. ഓക്കെ. ഇനി നമ്മളോട് രണ്ടാമത്തെ ചോദ്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം വളരെ സിമ്പിൾ അല്ലേ? എ കോംപ്ലിമെന്റ് ആണ് എയിലില്ലാത്ത യു എന്ന് വെച്ചാൽ യു മൈനസ് എ. രണ്ടാമത്തെ ബി കോംപ്ലിമെന്റ്. എന്തായിരിക്കും ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ബിയിലില്ലാത്തതും യുവിലുള്ളതും. ഒന്നാലോചിക്കുക. ബിയിലില്ലാത്ത ബിയിലാരൊക്കെയുള്ള 2, 4, 6, 8 അത് വെച്ച് ബാക്കി എയിലുള്ളതൊക്കെ ഏതൊക്കെ ചെയ്യും? 2, 4, 6, 8 വെച്ചുള്ള യുവിലുള്ള എല്ലാ എലമെൻസും ഇത് ഏതൊക്കെയാണ്? 1, 3, 5, 7, 9. ഓക്കെ. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? മൂന്നാമത്തെ ചോദ്യം എ യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെന്റ്. എ യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെന്റ്. ഇത് നമ്മൾ ഡിമോർഗൻസിൽ പഠിച്ചിട്ടുണ്ട്. എന്താ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അതായത് എ യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെന്റിനോട് അല്ലാണ്. എന്താണ് എ യൂണിയൻ സി? ആദ്യം എ യൂണിയൻ സി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇതും അതായത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് അല്ലേ? അതല്ല ഡിമോർഗൻസ് നമ്മൾ പഠിച്ചത്. എ യൂണിയൻ സി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ്. നോക്കാം. എ കോംപ്ലിമെന്റ് ഏതാ? ഇതിൻ്റെ രണ്ടിലും പൊതുവായിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഇതിൽ രണ്ടിലും പൊതുവായിട്ടുള്ളത്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ്. അപ്പോൾ ആദ്യം നമ്മൾ സി കോംപ്ലിമെന്റിലൂടെ കണ്ടു കഴിഞ്ഞാൽ സുഖമാണ് അല്ലേ? സി കോംപ്ലിമെന്റിലൂടെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ. സി കോംപ്ലിമെന്റ് ആയിട്ട് എഴുതിയേക്കുക. ഏതാ സി കോംപ്ലിമെന്റ്? സി കോംപ്ലിമെന്റ് നമുക്ക് പിന്നെ സി കോംപ്ലിമെന്റ് നമ്മളവിടെ എഴുതിയേക്കുക. എന്താ സി കോംപ്ലിമെന്റ്? എന്നാൽ വളരെ സിമ്പിളായിട്ട് 3, 4, 5, 6. 3, 4, 5, 6 ബാക്കി 1, 2, 3 പറ്റില്ല, 4 പറ്റില്ല, 5 പറ്റില്ല, 6 പറ്റില്ല, 7, 8, 9. സി കോംപ്ലിമെന്റ് ആയല്ലോ. അപ്പോൾ എ ഇന്റർസെക്ഷൻ എ യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ്. ഡിമോർഗൻസ് ലോ ഓർമ്മ ഉണ്ടായിരിക്കണം.
അല്ലാതെ നിങ്ങൾക്ക് കാണാം എ യൂണിയൻ സി കണ്ടിട്ട് അതിൻ്റെ കോംപ്ലിമെൻറ്റ് കാണാം. പക്ഷേ എ കോംപ്ലിമെൻറ്റും സി കോംപ്ലിമെൻറ്റും ഉണ്ടെങ്കിൽ ഇതിന് രണ്ടിൽ പൊതുവായിട്ടുള്ള എടുത്താൽ മതി. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ 1 2 5 2 6 2 7 2 അല്ലേ? 7 ഉണ്ട് 8 ഉണ്ട് 9. അപ്പോൾ 7 8 9. ഓക്കെ, ഡി മോർഗൻസ് ലോ യൂസ് ചെയ്താൽ വളരെ സിമ്പിളായിരിക്കും. പിന്നെ നാലാമത്തെ ചോദ്യം എന്താ? നാലാമത്തത് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. അതുപോലെ തന്നെ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് പറയൂ എന്തായിരിക്കും? ഡി മോർഗൻസ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് പൊതുവായിട്ടുള്ള എഴുതുക. 5 2 ഉണ്ട്. പിന്നെ 6 2 ഇല്ല. 7 2 ഉണ്ട്. 8 ഉണ്ടോ? ഇല്ല. 9 5 7 9. ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താണ്? അഞ്ചാമത്തെ ചോദ്യം ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്? എ കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് എ തന്നെ ആയിരിക്കും. എന്നാൽ നമ്മളൊന്ന് ഇത് എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 5 6 7 8 9. 5 6 7 8 9 ആണ് എ കോംപ്ലിമെൻറ്റ്. അതിൻ്റെ കോംപ്ലിമെൻറ്റ് 5 6 7 8 9ൻ്റെ കോംപ്ലിമെൻറ്റ് എന്താ? ഇതല്ലാത്ത യുവിലുള്ളത്. 5 6 7 8 9 അല്ലാതെ യുവിലുള്ളത് ഏതൊക്കെയാ? 1 2 3 4 അതല്ലേ? 1 2 3 4. ഇത് എന്താണ്? എ തന്നെയാണ് അല്ലേ? അപ്പം അഞ്ചാമത്തെ കഴിഞ്ഞു. ഇനി ആറാമത്തത് ലാസ്റ്റ് വൺ. എന്താ ലാസ്റ്റ് വൺ? ആറാമത്തത് എന്താ? ബി മൈനസ് സി. ബി മൈനസ് സി ഓൾ കോംപ്ലിമെൻറ്റ്. ബി മൈനസ് സി ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് വെച്ചാൽ ബിയിലുള്ളതും സിയിലില്ലാത്തതിൻ്റെയും കോംപ്ലിമെൻറ്റ്. ആദ്യം ബി മൈനസ് സി എന്താ നമ്മൾ നോക്കുക. ബി മൈനസ് സി ബിയിലുള്ളതും സിയിലില്ലാത്തതും. 2 ബിയിലുണ്ട്. സിയിലുണ്ടോ? ഇല്ല. പിന്നെ 4 ബിയിലുണ്ട്. സിയിലുണ്ടോ? ഉണ്ട്. 6 ഉണ്ട്. 8 2 8 2 8ൻ്റെ കോംപ്ലിമെൻറ്റ്. 2 8ൻ്റെ കോംപ്ലിമെൻറ്റ് 2 8 അല്ലാതെ യുവിലുള്ള ബാക്കിയല്ല. അതൊക്കെ 1 3 4 5 6 7 9 ഉണ്ടാവും. ഒന്നാമത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി. എല്ലാവരും ഇത് മനസ്സിലായത് സ്വയം യു ഷുഡ് ഡു യുവർ സെൽഫ്. Pause the video, then write the note. Okay. ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യം, അത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഇഫ് യു ഈക്വൽ ടു എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഫൈൻഡ് ദ കോംപ്ലിമെൻറ്റ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്. എ എന്ന് പറയുന്ന സെറ്റ് എ ബി സി തന്നിട്ടുണ്ട്. ബി ഡി ഇ എഫ് ജി, സി എ സി ഇ ജി ഡി എഫ് ജി എച്ച്. ഇതിൻ്റെയൊക്കെ കോംപ്ലിമെൻറ്റ്. ഇതല്ലാത്ത യുവിലുള്ള എലമെൻറ്റ്സ് എയുടെ കോംപ്ലിമെൻറ്റ് എന്താണ്? എ ബി സി അല്ലാത്ത ബാക്കിയുള്ള ഇത് നിങ്ങൾ സ്വന്തം ഡു യുവർ സെൽഫ്. നൗ ദ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ രണ്ടാമത്തെ സ്വന്തമായിട്ട് ചെയ്യാം. മൂന്നാമത്തെ ടേക്കിംഗ് ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആസ് ദ യൂണിവേഴ്സൽ സെറ്റ്. റൈറ്റ് ഡൗൺ ദ കോംപ്ലിമെൻറ്റ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ്. അപ്പോൾ ടേക്കിംഗ് ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആസ് ദ യൂണിവേഴ്സൽ സെറ്റ്. നാച്ചുറൽ നമ്പറിനെ നമ്മൾ യൂണിവേഴ്സൽ സെറ്റാക്കി എടുക്കുക. റൈറ്റ് ദാറ്റ് ദ കോംപ്ലിമെൻറ്റ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്. അപ്പോൾ നാച്ചുറൽ നമ്പറാണ് യൂണിവേഴ്സൽ. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ എൻ ആണ്. ഒന്നാമത്തെ ചോദ്യം, സെറ്റ് ഓഫ് ഓൾ എക്സ്. എക്സ് ഇസ് എൻ ഈവൺ നാച്ചുറൽ നമ്പർ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം സ്വന്തമായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ മൂന്നാമത്തെ ചോദ്യം യു ആയിട്ട് യൂണിവേഴ്സൽ സെറ്റായിട്ട് നാച്ചുറൽ നമ്പറായിട്ട് എടുക്കുക. ഇനി ഒന്നാമത്തെ അതിൽ ഒന്നാമത്തത് നമ്മൾ എ എന്ന് കൊടുക്കുക. സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ എന്താ പറഞ്ഞ എക്സ് സെറ്റ് ഓഫ് ഓൾ എക്സ്. എക്സ് ഈസ് എൻ ഈവൻ നാച്ചുറൽ അല്ലേ? എക്സ് ഈസ് ആൻ ഈവൺ നാച്ചുറൽ നമ്പർ. ഈവൺ നാച്ചുറൽ നമ്പർ. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഈ സെറ്റിലുള്ളതൊക്കെ ഈവൺ നമ്പേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? ഈവൺ അല്ലാത്ത നമ്പേഴ്സ് അല്ലേ? ഈവൺ അല്ലാത്ത നമ്പേഴ്സ് ഏതാ?
ഓഡ് നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് എഴുതാം ഇതിൻ്റെ ആൻസർ. ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയാം. കോംപ്ലിമെൻ്റ് ഓഫ് ഞാൻ ഏത് കൊടുത്തു അതെ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ കോംപ്ലിമെൻറ്റിൽ ആരാ ഉണ്ടാകുക? ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. അണ്ടർസ്റ്റാൻഡ്? ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. മനസ്സിലായില്ലേ? ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ബി എക്സ് ഈസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ. അടുത്ത ചോദ്യം ഇതാണ്. അത് നിങ്ങൾക്ക് സ്വയം എഴുതാം. എക്സ് ഈസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ. ഓഡ് നാച്ചുറൽ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കോംപ്ലിമെൻ്റ്? പറയൂ. ആൻ ഈവൺ നാച്ചുറൽ നമ്പർ. അതിവിടെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടാമത്തെ ഓഡ് നാച്ചുറൽ നമ്പറാണ്. അതുകൊണ്ട് അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? ഈവൺ നാച്ചുറൽ നമ്പർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ് ഈസ് എ പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3. മൂന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ദിവസം എഴുതുക. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3. മൾട്ടിപ്പിൾ ഓഫ് 3. പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എങ്ങനെ എഴുതും? അതായത് മൾട്ടിപ്പിൾ ഓഫ്, അതായത് ഇതിൽ നാച്ചുറൽ നമ്പർ ആയതുകൊണ്ടൊക്കെ പോസിറ്റീവ് തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ അതൊരു പോസിറ്റീവ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമല്ല നാച്ചുറൽ നമ്പർ എന്ന് പറയും. അപ്പം പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3. മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് വരുന്നത്. 3, 6, 9 ഇതൊക്കെയാണ് ഈ സെറ്റിലുള്ളത്. 3, 6, 9, 12 എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻറ്റിൽ ആരുണ്ടാവാൻ പാടില്ല? 3ഉം 6, 9ഉം ഒക്കെ വെച്ചുള്ള, അതായത് മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലാത്തത് ഉണ്ടാകാം. മൾട്ടിപ്പിൾ ഓഫ് 3 ഇതിൻ്റെ കോംപ്ലിമെൻറ്റിൽ വരാൻ പാടില്ല. അപ്പോൾ നമുക്കിതിനെ നമുക്കിത് സെറ്റ് ഓഫ് ഓൾ എക്സ്. എക്സ് ഈസ് ഒന്ന് എങ്ങനെ എഴുതാം? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3. അത് വേണേൽ നമുക്ക് ഇങ്ങനെ എഴുതാം. സെറ്റ് ഓഫ് ഓൾ എക്സ്. എക്സ് ബിലോങ്സ് ടു എൻ. എക്സ് എവിടെ ഉള്ളതായിരിക്കണം? എന്നിലായിരിക്കണം. എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ മൾട്ടിപ്പിൾ ഓഫ് 3. അങ്ങനെ എഴുതിയാൽ മതിയല്ലോ. എക്സ് നാച്ചുറൽ നമ്പർ ഉണ്ടായിരിക്കണം. കൂടാതെ എക്സ് എവിടെ ഉണ്ടാകാൻ പാടില്ല. എക്സ് ഈസ് നോട്ട് ബിലോങ്സ് ടു എ മൾട്ടിപ്പിൾ ഓഫ് 3 ആവാതിരിക്കാൻ പാടില്ല. അല്ലാതെ നിങ്ങൾക്ക് വേറെ എഴുതാം. പിന്നെ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3 അങ്ങനെ എഴുതാം. നമുക്ക് ബിലോങ്സ് നമുക്ക് കുറേ എഴുത്ത് പറഞ്ഞിട്ടല്ലോ അങ്ങനെ ആകുമ്പോൾ. ഇതാണ് കുറച്ചുകൂടി നന്നാക്കി എഴുതാൻ പറ്റുക. ഇനി അടുത്തത് നാലാമത്തെ ചോദ്യം എന്താണ്? നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എന്താ ഫോർത്ത് ക്വസ്റ്റ്യൻ? നാലാമത്തെ ക്വസ്റ്റ്യൻ എക്സ് ഈസ് എ പ്രൈം നമ്പർ. എക്സ് ഈസ് എ പ്രൈം നമ്പർ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ. എക്സ് ഒരു പ്രൈം നമ്പറാണ്. അതെ. അപ്പോൾ നാച്ചുറൽ നമ്പർ ആരുണ്ട്? പ്രൈം നമ്പർ ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും പ്രൈം നമ്പർ അല്ലാത്തത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് വേണമെങ്കിൽ തന്നെ എക്സ് എവിടെ ഉള്ളതായിരിക്കണം? എന്നിലായിരിക്കണം. ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു നോട്ട് എ പ്രൈം നമ്പർ. എക്സ് നോട്ട് ബിലോങ്സ് ടു എ പ്രൈം നമ്പർ. എക്സ് നാച്ചുറൽ നമ്പർ ഉണ്ടായിരിക്കണം. പക്ഷേ എക്സ് എവിടെ ഉണ്ടാകാൻ പാടില്ല? ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് എക്സ് നോട്ട് പ്രൈം നമ്പർ. നോട്ട് ബിലോങ്സ് ടു പ്രൈം നമ്പർ ആവാനും പാടില്ല. ഇനി അഞ്ചാമത്തത് ഏതാ ചോദ്യം? അഞ്ചാമത്തെ ചോദ്യം എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ഡിവിസിബിൾ ബൈ 3 or 5. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ divisible by 3 or 5. അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? എക്സ് ഈസ് എ പ്രൈം നമ്പർ x is a natural number divisible by 3 or 5. X is a natural number
എക്സ് ഒരു നാച്ചുറൽ നമ്പറാണ്, ഡിവിസിബിൾ ബൈ 3 or 5. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? എക്സ് ബിലോങ്സ് ടു എൻ, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് എക്സ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 or 5. അങ്ങനെ എഴുതിയാൽ മതി. എക്സ് ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 or എക്സ് ഒരു നാച്ചുറൽ നമ്പറാണ്, ഇതിൻ്റെ കോംപ്ലിമെൻ്റ്. നേരത്തെ എക്സ് ഡിവിസിബിൾ ബൈ 3 or എക്സ് ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 or 5. കാരണം എക്സ് ഒക്കെ നമ്മളെ ഇതില്ലാന്ന് പറയും. ഇത് യൂണിവേഴ്സൽ സെറ്റ് നാച്ചുറൽ നമ്പറാണ്, അതുകൊണ്ട് എക്സ് എന്നിൽ തന്നെ ആണെന്ന് പറയണം. പക്ഷേ അതിൽ ആരുണ്ടാവില്ല? നോട്ട് ഡിവിസിബിൾ. അതുപോലെ തന്നെ എക്സ് നോട്ട് എ പ്രൈം നമ്പർ, നോട്ട് ബിലോങ്സ് ടു പ്രൈം നമ്പർ, നോട്ട് എ പ്രൈം നമ്പർ എന്നൊക്കെ എഴുതാം. ഇനി നമ്മൾ അടുത്ത 6ാമത്തെ ചോദ്യം എന്താണ്? 6th ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് തന്നെയാണ്. 6ാമത്തെ ചോദ്യം എന്താണ്? 6ാമത്തെ ചോദ്യം എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. എന്താ ഈ പെർഫെക്റ്റ് സ്ക്വയർ? എക്സ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. നമ്മൾ 4 പിന്നെ 9 അതൊക്കെ. അപ്പോൾ നമുക്കെന്ത് പറയാം? സെറ്റ് ഓഫ് ഓൾ എക്സ്, എക്സ് ബിലോങ്സ് ടു എൻ, എക്സ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. എക്സ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. എക്സ് എന്തല്ല? ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. എക്സ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയാം. ഇതാണ് ഇതിൻ്റെ കോംപ്ലിമെൻറ്റ്. ഇനി അടുത്തത് എന്താ? അടുത്ത ചോദ്യം 7ാമത്തെ എക്സ് ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. അടുത്തത് നമ്മൾ എക്സ് ബിലോങ്സ് ടു എൻ, എക്സ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. പിന്നെയോ അടുത്തത് എക്സ് സെറ്റ് ദാറ്റ് എക്സ് പ്ലസ് 5 ഈക്വൽ ടു 8. അടുത്തത് സെറ്റ് ഓഫ് ഓൾ എക്സ് പ്ലസ് 5 ഈക്വൽ ടു 8 എന്നാണ് പറഞ്ഞത്. എക്സ് പ്ലസ് 5 ഈക്വൽ ടു 8 8ാമത്തെ ചോദ്യമാണ് കേട്ടോ. ഇതിൽ 8th സബ് ക്വസ്റ്റ്യൻ എക്സ് ഈസ് എക്സ് പ്ലസ് 5. ഇതാണ് ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എഴുതണം. അപ്പോൾ എക്സ് പ്ലസ് 5 ഈക്വൽ ടു 8 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂ നമ്മൾ കാണുക എന്തായിരിക്കും? ഇതിൽ ഈ സെറ്റിൽ ഏത് എലമെൻ്റ് ഉണ്ടാവുക? എക്സ് പ്ലസ് 5 ഈക്വൽ ടു 8 അല്ലേ? അപ്പോൾ എക്സ് എന്തായിരിക്കും? എക്സ് ഈക്വൽ 8 മൈനസ് 5. 5 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ എക്സ് ഈക്വൽ ടു 3. അപ്പോൾ ഈ സെറ്റിൽ ശരിക്കും ആരേ ഉള്ളൂ? 3 എന്ന് പറയുന്ന എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ എക്സ് such that x belongs to n and x not equal to 3. അത്ര മതി. ഇതാണ് എൻ്റെ കോംപ്ലിമെൻറ്റ്. 3 ഇല്ലാത്ത ബാക്കിയെല്ലാ എന്നും. ഓക്കെ. ഇനി 9 ഇത് പോസ് ചെയ്യുക. ഇനി 9ാമത്തെ ചോദ്യം എന്താണ്? 9th ക്വസ്റ്റ്യൻ. 9th ക്വസ്റ്റ്യൻ എന്താണ്? 2x plus 5 equal to 9. അത് ഇതേപോലെ തന്നെയുള്ള ഒരു ചോദ്യമാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 2x plus 5 equal to 9 അല്ലേ? അപ്പോൾ ഇതിൽ ഇതിൻ്റെ എക്സ് ഇത് സെറ്റിൽ ആരാളുള്ളത് നോക്കണം. ഇതല്ലാതെ അപ്പോൾ 2x plus 5 9 അല്ലേ? അപ്പോൾ 2x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 9 minus 5 അല്ലേ? അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 9 minus 5 എന്ന് പറഞ്ഞാൽ 4 അല്ലേ? സോറി 2x 4. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ ഈ സെറ്റിൽ ആരേ ഉള്ളൂ? 2 ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പറയോ? സെറ്റ് ഓഫ് ഓൾ എക്സിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് സച്ച് ദാറ്റ് x belongs to n and x not equal to 2. കണ്ടില്ലേ? ഇത്രയും സിമ്പിളാണ് കാര്യങ്ങൾ. ഒന്ന് വേഗം പറഞ്ഞു പോവുകയാണ്, നിങ്ങൾ ആലോചിക്കുക. ഇനി അടുത്തത് സെറ്റ് ഓഫ് ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7. എക്സ് എന്ന് പറഞ്ഞാൽ അടുത്ത 10ാമത്തത് ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7. എക്സ് എന്ന് പറഞ്ഞാൽ 7നേക്കാൾ കൂടിയ സംഖ്യകളാണ്. അപ്പോൾ 7നേക്കാൾ 7 ഈക്വലും അല്ലെങ്കിൽ 7നേക്കാൾ കൂടുതൽ. അപ്പോൾ നമ്മുടെ ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ 7 8 9 ഇങ്ങനെ പോകും. നമ്മളെ നാച്ചുറൽ നമ്പർ കംപ്ലീറ്റ് പോകും അല്ലേ? അപ്പോൾ നമ്മളെ സെറ്റിൽ ആരേ ഉണ്ടാവുള്ളൂ? പറയൂ. സെറ്റ് ഓഫ് ഓൾ എക്സ് ഈ സെറ്റിൽ ആരുണ്ടാവും? 7 വരെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് വേണം ഇങ്ങനെ 2 3 4 5 6 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മളെന്തായി? ഇതാണ് ഇതിൻ്റെ കോംപ്ലിമെൻറ്റ്. ഇതിലിത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ സെറ്റ് ബിൽഡർ ഫോർമുല പറയും. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ലെസ് ദാൻ എന്താണ് 7 എന്ന് എഴുതി തരാം. എക്സ് എന്ന് പറഞ്ഞാൽ 7നേക്കാൾ താഴെയുള്ള അക്കങ്ങളൊക്കെ എന്നിലുള്ളതായിരിക്കണം. എത്ര നമ്പറിനെ പറ്റുള്ളൂ. അപ്പോൾ 1 2 3 4 5 6 ഇത് രണ്ടും ഇതിന് ഈക്വലാണ് കേട്ടോ. ഇനി 11ാമത്തെ ചോദ്യം എന്താണ്? 11 2x plus set of all x such that
2x plus 1 is greater than 10 എന്നാണ്. 2x plus 1. അപ്പോൾ ആദ്യം ഈ സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. 2x plus 1 ആണ് 10 അല്ലേ? ഗ്രേറ്റർ ദാൻ, ഇവിടെ ഗ്രേറ്റർ ദാൻ തന്നെ ടച്ചാൽ മതി ആ ചിഹ്നം. നിങ്ങൾ നോക്കട്ടെ. അപ്പോൾ 2x എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഗ്രേറ്റർ ദാൻ ഈ 1 അങ്ങോട്ട് പോകുമ്പോൾ 10 minus 1 അല്ലേ? അപ്പോൾ 2x എത്രയായി? ഗ്രേറ്റർ ദാൻ 9 ആയി. 2x ഗ്രേറ്റർ ദാൻ 9 എന്ന് പറഞ്ഞാൽ x ഗ്രേറ്റർ ദാൻ 9/2. അപ്പോൾ x എത്രയാണ്? ഗ്രേറ്റർ ദാൻ 9/2 എന്ന് പറഞ്ഞാൽ 4.5. അപ്പോൾ x എന്ന് പറഞ്ഞാൽ 4ൻ്റെ മുകളിലോട്ടുള്ള സംഖ്യകളാണ്. 4ൻ്റെ മുകളിലോട്ടുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ഏതൊക്കെ? 5, 6, 7 ഇങ്ങനെ പോകുന്ന സംഖ്യകളൊക്കെ നമ്മൾ എക്സുകളായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഏതുവരെ വരാം? നമ്മൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ഏതായിരിക്കും? വേറെ നാച്ചുറൽ നമ്പറുള്ള എലമെൻറ്റ്സ് ഏതാ? ഇതിലല്ലാത്ത ഏതൊക്കെയാണ്? 1, 2, 3, 4 വരെ എടുക്കാം. 4.5 മുതലല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോംപ്ലിമെൻ്റ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Set of all x such that x less than or equal to x belongs to n, x less than or equal to 4 എന്ന് എഴുതാം അല്ലേ? 4 4 ചെറുതായ അക്കങ്ങളൊക്കെ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ.